ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2024 ഈ 10 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഈ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതേപോലെ തന്നെ അഡീഷണൽ പോയിൻറ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. First question. Union Cabinet has given its approval for the establishment of IBCA for the conservation of the 7 big cats like tiger, lion, leopard, snow leopard, cheetah, jaguar and puma. What does IBCA stand for? അപ്പോൾ ചോദ്യം ഇതാണ്, IBCA എന്ന് പറയുന്നത് എന്തിനാണ്? 7 ബിഗ് ക്യാറ്റ്സിൻ്റെ കൺസർവേഷനാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് IBCA സ്റ്റാൻഡ് ഫോർ? ആൻഡ് IBCA എന്താണ് ഉദ്ദേശിക്കുന്നത്? IBCA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആണ്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ആ ബിഗ് ക്യാറ്റൊക്കെ ഇവിടെ ഉണ്ട്. ദ 7 ബിഗ് ക്യാറ്റ്സ് ആർ ഹിയർ. ആൻഡ് ഇതിന് അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് IBCA എന്ന് പറയുന്നത് ഇസ് എ മെഗാ ഗ്ലോബൽ അലയൻസ് ആണ്. പക്ഷെ ലോഞ്ച് ചെയ്തത് ആരാണ്? ഇന്ത്യയാണ്. സോ മെഗാ ഗ്ലോബൽ അലയൻസ് ആണ്. ഏപ്രിൽ 2023 ലോഞ്ച് ചെയ്തതാണ്. ഡ്യൂറിങ് ദ 50th ആനിവേഴ്സറി ഓഫ് പ്രോജക്റ്റ് ടൈഗർ. സോ ദാറ്റ് മീൻസ് പ്രോജക്റ്റ് ടൈഗർ ഏത് വർഷമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 50th ആനിവേഴ്സറി ആണെങ്കിൽ പ്രോജക്റ്റ് ടൈഗർ വാസ് ഓൺ April 1st, 1973. So it was launched by the Indira Gandhi government on April 1st, 1973 to promote what? Conservation of the tiger. So tiger population conservation ആയിരുന്നു ഉദ്ദേശം. പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള പേരിൽ വന്നത്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ ടൈഗർ മാത്രമല്ല വേറെയും കുറേ ക്യാറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ ഔട്ട് ഓഫ് ദീസ് 5 ബിഗ് ക്യാറ്റ്സ്, ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ് ആൻഡ് ചീത്ത, ഈ 5ഉം ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ്. ബാക്കി 2മല്ല, അതായത് ജാഗർ ആൻഡ് പ്യൂമ ഇന്ത്യയിലുള്ളതല്ല. Okay, so tiger, lion, leopard, snow leopard and cheetah. Now next, Global Waste Management Outlook 2024 recently seen in the news is published by which organization? Global Waste Management Outlook 2024. So 2024 Global Waste Management Outlook ആര് പബ്ലിഷ് ചെയ്യുന്നതാണ്? ഏത് ഓർഗനൈസേഷൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഏതാണ്? UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം. ഇവരാണ് ഈ ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ കളക്റ്റീവ് എഫേർട്ട് ഓഫ് UNEP ആൻഡ് ദ ഇൻ്റർനാഷണൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് ശരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. UNEP ആൻഡ് ഇൻ്റർനാഷണൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകാം. വിച്ച് കൺട്രി റീസെൻ്റ്ലി ജോയിൻഡ് ആസ് ദ 119th മെമ്പർ ഇൻ ദി ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്? അപ്പം 119th മെമ്പറായിട്ട് റീസെൻ്റ്ലി ജോയിൻ ചെയ്ത, ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്ത കൺട്രി, രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് രാജ്യം? മാൾട്ട എന്ന് പറയുന്ന രാജ്യമാണ് യൂറോപ്യൻ കൺട്രി. ദ ISA ഈസ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. ദ ISA ഇറ്റ് വാസ് കൺസീവ്ഡ് ആസ് എ ജോയിൻറ്റ് എഫേർട്ട് ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. സോ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ഒരു ജോയിൻറ്റ് എഫേർട്ടിലൂടെയാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഒരു അലയൻസ് ഫോം ചെയ്തത്. അതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് ടു മൊബിലൈസ് എഫേർട്സ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എഫേർട്സ് കൊണ്ടുവരിക എന്നുള്ളതും എങ്ങനെയാണ്? ത്രൂ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സോളാർ എനർജി സൊല്യൂഷൻസിലൂടെ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. മാൾട്ടയുടെ പ്രത്യേകത നോക്കാം. മാൾട്ട ഈസ് ആൻ ഐലൻഡ് കൺട്രി ഇൻ സദേൺ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ്റെ സ്പെല്ലിംഗ് കൂടി ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി മെഡിറ്ററേനിയൻ സീ. Okay. Now fourth question. Where did Prime Minister Narendra Modi launch India's first indigenous green hydrogen fuel cell inland waterway vessel? So ഒരു ഇൻലാൻഡ് വാട്ടർവേ വെസൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ. അത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഒരു ഗ്രീൻ എനർജി സോഴ്സാണ്. സോ അതെവിടെയാണ്? അങ്ങനെ ഒരു ഇൻഡിജീനസ്, അതായത് ഇൻ ഹൗസാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അത് എവിടെയാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എവിടെയാണ് അത് ലോഞ്ച് ചെയ്തത്? സോ ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ കൊച്ചിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. സോ ദ പ്രൈം മിനിസ്റ്റർ വെർച്വലി അത് ഇനോഗ്രേറ്റ് ചെയ്തത് വെർച്വലി ആണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. വെർച്വലി ഇനാഗ്രേറ്റ് ചെയ്തു. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി ഉദ്ഘാടനം ചെയ്തത് കൊച്ചി ഹാർബർ ഇൻ കേരളയാണ്. ഈ സെറമണിയിൽ ജോയിൻ ചെയ്തത് വെർച്വൽ മോഡിൽ നിന്ന് ജോയിൻ ചെയ്തത് തൂത്തുക്കുടി, തമിഴ്നാടിലെ തൂത്തുക്കുടിയിൽ നിന്നാണ് വെർച്വൽ മോഡിൽ
ജോയിൻ ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തതും അതേപോലെ അത് ഡെവലപ്പ് ചെയ്തതും കൺസ്ട്രക്ട് ചെയ്തതും. സോ ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഒരു കാറ്റമറൻ, ഒരു ഫെറി കൊണ്ടുവന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 24 മീറ്റർ വെസലാണ്, 24 മീറ്ററാണ് അതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത്. ബിൽറ്റ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അതിൻ്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്, സുചേത എന്നാണ് ഈ ഒരു കാറ്റമറൻ്റെ പേരെന്ന് പറയുന്നത്, ഈ ഒരു ഫെറിയുടെ പേര്. 50 പാസഞ്ചേഴ്സോളം ക്യാരി ചെയ്യാം, എയർ കണ്ടീഷൻഡ് ആണ്, കംഫർട്ടബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഫസ്റ്റ് ഇൻഡിജിനസ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇൻലാൻഡ് വാട്ടർവേ വെസൽ എന്ന് പറയുന്നത് that was inaugurated in Kochi. Next question, fifth one. Name the 4 astronauts who have been announced for India's ambitious space mission Gaganyaan mission. So Gaganyaan മിഷനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന 4 ആസ്ട്രോണട്സ് ആരാണെന്നാണ് ചോദ്യം. ആരാണ് 4 ആസ്ട്രോണട്സ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് ആൻഡ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലയാണ് ഈ 4 ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്നത്. സോ പ്രശാന്ത് ബാലകൃഷ്ണൻ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് ആൻഡ് ശുഭാൻഷു ശുക്ല, 4 പേര്. അടുത്തത്, ഹു ഹാസ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ സ്കോറിംഗ് ദി ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇൻ ജസ്റ്റ് 33 balls. സോ 33 balls നിന്ന് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി സ്കോർ ചെയ്ത ക്രിക്കറ്റർ ആരാണ് T20 എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ആണ്. നമീബിയൻ ക്രിക്കറ്ററായ ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ആണ് ഈ ഒരു സ്കോർ 33 balls നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിക്കോൾ ബ്രേക്സ് പ്രീവിയസ് റെക്കോർഡ് സെറ്റ് ബൈ നേപ്പാൾസ് കുശാൽ മല്ല. കുശാൽ മല്ല എന്ന് പറയുന്ന നേപ്പാളിലെ ക്രിക്കറ്ററായ കുശാൽ മല്ലയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ഈ ഒരു സ്കോർ, ഈ ഒരു ചരിത്രം തന്നെ, ഈ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുശാൽ മല്ലയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 34 balls-ലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് പ്ലേഡ് അഗെയിൻസ്റ്റ് മംഗോളിയ. Question number 7. Where did the Union Minister of Education and Skill Development and Entrepreneurship ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, സോ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ആണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ഹി ഇനോഗ്രേറ്റഡ് ദി ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെൻറ്റർ ഓഫ് ദി കൺട്രി. സോ ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെൻറ്റർ എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത് ഒഡീഷയിലെ സാമ്പൽപൂരിലാണ്. ഫസ്റ്റ് സ്കിൽ ഇന്ത്യ സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ സാമ്പൽപൂർ ഒഡീഷ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഫേമസ് ഫോർ സാമ്പൽപുരി സാരി. ഇപ്പോൾ സാമ്പൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, സ്ഥലം ഒഡീഷയിലാണെന്ന് ഓർക്കണം, അതേപോലെ തന്നെ അവിടുത്തെ ഫേമസ് സാരിയാണ് സാമ്പൽപുരി സാരി. ആൻഡ് ദിസ് ഡിസ്ട്രിക്റ്റ് ഈസ് ഇൻ ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. സോ വെസ്റ്റേൺ പാർട്ടിലാണ്, ഒഡീഷയുടെ വെസ്റ്റേൺ പാർട്ടിലാണ് സാമ്പൽപൂർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് സോൺ ആസ് ദി പ്രസിഡൻറ്റ് ഓഫ് ഫിൻലാൻഡ് റീസെൻ്റ്ലി. സോ ഫിൻലാൻഡ് പ്രസിഡൻ്റ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിൻലാൻഡ് പ്രസിഡൻ്റെ പേരാണ് അലക്സാണ്ടർ സ്റ്റബ്. അലക്സാണ്ടർ സ്റ്റബാണ് ദ പ്രസിഡൻറ്റ് ഓഫ് ഫിൻലാൻഡ്. ഓക്കെ, സോ ഹീ പ്രീവിയസ്ലി സെർവ്ഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫിൻലാൻഡ്. കുറച്ച് കാലത്തേക്ക് പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പക്ഷെ വളരെ കുറച്ച് കാലം 2014 to 2015 കാലഘട്ടത്തിൽ ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. സോ നൗ പ്രസൻ്റ്ലി ഇപ്പം വരുന്നത് ഇദ്ദേഹം പ്രസിഡൻ്റാണ്. ഓക്കെ, ലാസ്റ്റ് 2 questions നമുക്ക് നോക്കാം. കുലശേഖരപട്ടണം സ്പേസ് സ്പോട്ട് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്പേസ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം കുലശേഖരപട്ടണം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഇൻ തമിഴ്നാടു. സോ തമിഴ്നാടുവിലാണ് കുലശേഖരപട്ടണം വരുന്നത്. ഇതെന്തുകൊണ്ട് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളത് വളരെ അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാടുവിലാണ് കുലശേഖരപട്ടണം വരുന്നത്. അറ്റ് പ്രസൻറ്റ് ISRO ഹാസ് ഓൺലി 1 സ്പേസ് സ്റ്റേഷൻ. ഒരു സ്പേസ് സ്റ്റേഷൻ മാത്രമേ ISROയ്ക്കുള്ളൂ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇൻ ശ്രീഹരിക്കോട്ട. ഇത് കൂടാതെ കുലശേഖരപട്ടണം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കൂടി ഡെവലപ്പ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു സ്പേസ് സ്റ്റേഷനായിട്ട്. സോ ഈ കൺജഷൻ ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു കേസും കൂടി കൊണ്ടുവരുന്നത്. സോ 1 more space station is കുലശേഖരപട്ടണം. Last question. Recently, which South American country has declared a health emergency due to the rising cases of dengue fever? So, dengue fever
കൂടിയത് കാരണം ഒരു ഹെൽത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്ത സൗത്ത് അമേരിക്കൻ കൺട്രി ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. പെറു ആണ് സൗത്ത് അമേരിക്കൻ കൺട്രി. എന്താ റീസൺ? ഡെങ്കി ഫീവർ ആണ്. ആൻഡ് ഡെങ്കി ഫീവർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന മസ്കിറ്റോ. ഈഡിസ് കൊതുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈഡിസ് ഈജിപ്റ്റി എന്നാണ് അതിൻ്റെ പേര്. ആ മസ്കിറ്റോ ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസ്ഡ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസ്. നമ്മളെ പോലെയുള്ള കണ്ടീഷൻസിലാണ് ഇത് വളരുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ടും ഡെങ്കി ഫീവർ കാണാൻ പറ്റുന്നത്. ഡെങ്കി ഫീവറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാഠിന്യം കാരണം ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയാറുണ്ട്. പെറു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൗത്ത് അമേരിക്കൻ കൺട്രി എന്ന് നമുക്ക് മനസ്സിലായി. വെസ്റ്റേൺ സൗത്ത് അമേരിക്കയിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ക്യാപിറ്റലും കൂടി ഓർത്ത് വയ്ക്കുക, ലിമ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിലെ 10 ചോദ്യങ്ങൾ. വീണ്ടും 10 ചോദ്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ബൈ.